മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ADGPയുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് MR അജിത് കുമാറിനെ മാറ്റുമോ എന്നത് ഇന്നറിയാം. DGP നടത്തിയ ആദ്യ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തും. റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചേർന്ന ശബരിമല അവലോകന യോഗത്തിൽ അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചിരുന്നില്ല. വിവരങ്ങളുമായി VV വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുന്ന ആ ഒരു നിർണായക നീക്കം അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? എന്തായാലും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ആ റിപ്പോർട്ട് എത്തുന്നു. അതിൽ പ്രതികൂലമായി അജിത് കുമാറിനെതിരെ നിരവധി പരാമർശങ്ങൾ DGPയുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. അതിൽ തൃശൂർ പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് അദ്ദേഹം വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. മാത്രമല്ല, മാമി തിരോധാന കേസിലും റിദാൻ വധക്കേസിലുമൊക്കെ ഇത്തരത്തിൽ അന്വേഷണത്തിൽ പാളിച്ച സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. RSS നേതാക്കളെ അജിത് കുമാർ കണ്ടതിൽ നൽകിയിട്ടുള്ള വിശദീകരണം അത് തൃപ്തികരമല്ല എന്നുള്ള വളരെ ഗുരുതരമായ പരാമർശങ്ങളെല്ലാം അജിത് കുമാറിനെതിരെ DGP ആ ഒരു റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അന്വേഷണത്തിൽ അത്തരത്തിലാണ് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇന്ന് തന്നെ അജിത് കുമാറിനെതിരായ നീക്കം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ദിവസമാണ് DGP റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് കൈമാറിയത്. ദിവസങ്ങളുടെ അനിശ്ചിതത്വമുണ്ടായിരുന്നു. 1 മാസ കാലയളവാണ് അന്വേഷണത്തിന് നൽകിയിരുന്നത്. എന്നാൽ ആ 1 മാസം കഴിഞ്ഞ് പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടാണ് റിപ്പോർട്ട് കൈമാറിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തിരക്കിട്ട കൂടിയാലോചനകൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്ത് നടന്നിരുന്നു. അതിനുശേഷമാണ് ഈ അന്തിമ റിപ്പോർട്ട് ഹോം സെക്രട്ടറിക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്ന് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും തീരുമാനമെടുക്കുക. ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഒരു നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം MR അജിത് കുമാറിനെ ലോ ആൻഡ് ഓർഡർ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന ഉറപ്പ് ലഭിച്ചതായി നേരത്തെ തന്നെ CPI നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഒരു ഭാഗം പരിശോധിച്ചാൽ PV അൻവറാണ് പരാതി നൽകുന്നത്. തുടക്കത്തിൽ ആ പരാതികൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് DGPയെ ചുമതലപ്പെടുത്തുന്നത്. ADGP റാങ്കിനേക്കാൾ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതികൾ കൈമാറിയത്. എന്നാൽ ആ അന്വേഷണം നടക്കുന്നതിനിടെയാണ് RSS നേതാക്കളുമായി MR അജിത് കുമാർ തുടരെ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം പുറത്തു വരുന്നത്. അത് വലിയ വിവാദമാവുകയും ചെയ്തു. CPI ആ ഘട്ടത്തിൽ തന്നെ MR അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടു. CPI മാത്രമല്ല, NCPയും RJDയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തെ ഘടകകക്ഷികൾ ADGPക്കെതിരെയുള്ള നടപടി എന്ന ആവശ്യവുമായി അതിശക്തമായി രംഗത്ത് വന്നു. ആ സമയത്താണ് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അങ്ങനെയുള്ള ഒരു കാര്യം കൂടി DGPയുടെ പരിശോധനയിൽ ഉൾപ്പെടുത്തും എന്നത് വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ കാര്യം കൂടി പരിശോധിച്ചത്. ഏതായിരുന്നാലും കൂടിക്കാഴ്ച സംബന്ധിച്ച വിവരങ്ങൾ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കൂടിക്കാഴ്ചയിൽ DGPക്ക് അതൃപ്തി ഉണ്ട് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ റിപ്പോർട്ടിൽ ഏത് തരത്തിലാണ് പരാമർശമുള്ളതെന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും ഘടകകക്ഷികളും DGPയും പ്രതിപക്ഷവും ഒക്കെ തന്നെയും ഇത്തരം ഒരു കൂടിക്കാഴ്ചയെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച ശരിയാണ് എന്ന നിലയ്ക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒരു പരാമർശമോ ആ തരത്തിലുള്ള നിലപാടോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാറിന്റെ കാര്യത്തിൽ CPI നേതാക്കൾ നേരത്തെ അവരുടെ നേതൃയോഗത്തിലും പുറത്തുമൊക്കെ വ്യക്തമാക്കിയതുപോലെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മുഖ്യമന്ത്രി നടപടിയെടുക്കും എന്ന ഉറപ്പിൽ വിശ്വസിക്കുന്നു. അത് അജിത് കുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ, അതായത് റിദാൻ വധം, മാമി തിരോധാന കേസുകൾ, ഈ കേസുകളുടെ കാര്യത്തിൽ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ടിന്റെ ഭാഗമായി ഉള്ളത്. അത് പക്ഷേ ADGPയുടെ ഒരു വീഴ്ചയായി അതിൽ പറയുന്നില്ല. ജില്ലാ പോലീസ് സംവിധാനത്തിന്റെ വീഴ്ച എന്ന നിലയ്ക്കാണ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കേസുകളും വീണ്ടും പുനരന്വേഷിക്കാനുള്ള ഒരു ശുപാർശ കൂടി റിപ്പോർട്ട്. PV അൻവറിന്റെ ആരോപണം വിനോദ ഇത്തരത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ഈ കേസുകളുടെ എല്ലാം അന്വേഷണം അട്ടിമറിക്കാൻ ADGP MR അജിത് കുമാർ ശ്രമിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലല്ല DGPയുടെ അന്വേഷണ റിപ്പോർട്ടിൽ ഈ വിഷയങ്ങളെ കുറിച്ചുള്ള പരാമർശം വന്നിട്ടുള്ളത്, അല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, PV അൻവറിന്റെ ആരോപണങ്ങൾ, അത് ഈ സ്വർണം തട്ടിയെടുത്തു, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കൊലപാതകം നടത്തി തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ ADGPക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും തന്നെ കാര്യമായ തെളിവുകൾ ലഭിച്ചതായ വിവരമോ അത്തരത്തിലുള്ള സൂചനകളോ ഇല്ല റിപ്പോർട്ടിൽ. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ
ADGP-ക്കെതിരായ ഏതെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ ഉള്ളതായി മനസ്സിലാക്കാനും കഴിയുന്നില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് PV അൻവർ ഉന്നയിച്ച ആരോപണത്തിനപ്പുറത്തേക്കാണ് കാര്യങ്ങൾ. അത് രാഷ്ട്രീയമായ ആരോപണമാണ്. അത്യന്തം ഗുരുതരമായ ഒരു നടപടി എന്ന നിലയ്ക്ക് തന്നെയാണ് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെ കാണുന്നത്. CPI ഉന്നയിക്കുന്ന വിഷയം അതാണ്. ADGP MR അജിത്കുമാറിനെതിരെ CPI ഉന്നയിക്കുന്ന വിഷയം പ്രധാനമായും അതാണ്. അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആദ്യം പുറത്തുവിടുന്ന ഒരു വിവരമാണിത്. തൃശൂരും തിരുവനന്തപുരത്തുമായി 2 RSS നേതാക്കളെ ADGP കണ്ടു എന്ന വിവരം VD സതീശനാണ് ആദ്യം ഈ വിവരം പുറത്തുവിടുന്നത്. അതിന്റെ ഒരു ഗൗരവ സ്വഭാവം മനസ്സിലാക്കി തന്നെയാണ് പിന്നീട് ഇടതുപക്ഷത്തെ പ്രബലമായ രണ്ടാമത്തെ കക്ഷിയായ CPI ആ വിഷയത്തിൽ ഇടപെടുന്നതും തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ തൃശൂർ പൂരം കുളമായതിൽ പോലീസിന്റെ പങ്ക് അത് ആദ്യം മുതൽ തന്നെ വിമർശന വിധേയമായിരുന്നു. CPI ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആ സംഭവമായി രംഗത്ത് വരികയും പോലീസിന്റെ നടപടിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് RSS നേതാക്കളുമായി കൂടിക്കാഴ്ച ആ തൃശൂർ പൂരത്തിന് മുൻപ് തന്നെ നടത്തിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും സംശയം ബലപ്പെട്ടു. വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നുണ്ടായി. മുഖ്യമന്ത്രി ഇതിനകം തന്നെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ റിപ്പോർട്ട് വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന കാര്യം തന്നെയാണ് CPI നേതാക്കൾ പറയുന്നത്. കാരണം തൃശൂർ പൂരവും ADGP-യുടെ RSS ബന്ധവും ഒക്കെയും DGP പരിശോധിക്കുന്നെങ്കിലും ആദ്യത്തെ പരിശോധനാ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ കൈകളിലെത്തിയിട്ടുണ്ട്. അതൊന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തും. അതുകൊണ്ട് തന്നെ ADGP-യെ മാറ്റിക്കൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല നാളെ വീണ്ടും നിയമസഭ ചേരുകയാണ്. സഭാ നടപടികൾ തുടങ്ങുമ്പോൾ ഈ തരത്തിൽ ADGP ആരോപണ വിധേയനായ ADGP മാത്രമല്ല ADGP ഇപ്പോൾ നേരിടുന്നത് പലവിധ അന്വേഷണങ്ങളാണ്. DGP-യുടെ ഒരു അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി. അവിടെ തീരുന്നില്ല. DGP-യുടെ മറ്റൊരു അന്വേഷണമുണ്ട്. ഇതേ വിഷയത്തിൽ തന്നെയാണ് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതും ADGP-യുടെ RSS ബന്ധവുമായി ബന്ധപ്പെട്ട് DGP-യുടെ മറ്റൊരു അന്വേഷണത്തിന് പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. ഇന്റലിജൻസ് ADGP മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിൽ വീഴ്ചയുണ്ടായോ അല്ലെങ്കിൽ ഗൂഢാലോചന ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ ADGP മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ മറ്റൊരന്വേഷണം. ക്രൈംബ്രാഞ്ച് ADGP-യുടെ നേതൃത്വത്തിൽ അജിത് കുമാറിന്റെ തന്നെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ പറയുന്ന ഗൂഢാലോചന, അതായത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നുവെന്ന് ADGP MR അജിത്കുമാറിന്റെ നേരത്തെയുള്ള റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലെ വസ്തുതകൾ പരിശോധിക്കാൻ ക്രൈംബ്രാഞ്ച് ADGP-യുടെ പരിശോധന, MR അജിത്കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം, ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാൻ വിജിലൻസ് മേധാവി യോഗേഷ് ഗുപ്ത ഉത്തരവിട്ട് തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റ് 1 നടത്തുന്ന മറ്റൊരന്വേഷണം. ഇങ്ങനെ വിവിധങ്ങളായ അന്വേഷണങ്ങൾ ADGP-ക്കെതിരെയോ അല്ലെങ്കിൽ ADGP-യെ ചുറ്റിപ്പറ്റിയോ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥരെ ക്രമസമാധാന ചുമതലയുള്ള കസേരയിൽ ഇരുത്താൻ കഴിയുമോ, തുടരാൻ അനുവദിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പ്രധാനമായും ഉയരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ചേർന്ന ശബരിമല അവലോകന യോഗം, അതെ, അതിലേക്ക് തന്നെയായിരുന്നു വിനോദ് വരുന്നത്. അതായത് ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP-യെ ഉടൻ തന്നെ മാറ്റും എന്നുള്ളതിന്റെ ഒരു സൂചനയായി നമുക്ക് ഇന്നലെ നടന്ന ശബരിമല അവലോകന യോഗത്തിൽ ADGP പങ്കെടുത്തില്ല, ക്രമസമാധാന ചുമതലയുള്ള ADGP പങ്കെടുത്തില്ല എന്നുള്ളതിനെ അത്തരത്തിൽ നമുക്ക് കാണേണ്ടതുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത്തരത്തിൽ ADGP പങ്കെടുക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ നമുക്കറിയാം തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ശബരിമല, അവിടെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ റോൾ വളരെ വലുതാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സേനാ വിഭാഗം നേരിട്ട് അവിടെ വിന്യസിക്കുന്നത്, സുരക്ഷയ്ക്ക് വിന്യസിക്കുകയും അങ്ങനെ ആളുകളെ ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പങ്ക് വഹിക്കേണ്ടത് ADGP ലോ ആൻഡ് ഓർഡറും അദ്ദേഹത്തിന് കീഴിലുള്ള സംവിധാനങ്ങളുമാണ്. പക്ഷെ അവിടെയാണ് ADGP ലോ ആൻഡ് ഓർഡറിനെ ഒഴിവാക്കിക്കൊണ്ട് ഇന്നലെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ശബരിമല അവലോകന യോഗം ചേർന്നത്. അജിത് കുമാറിനെ മാറ്റി നിർത്തിയപ്പോൾ ആ യോഗത്തിൽ പങ്കെടുത്തത് ADGP ഇന്റലിജൻസ് ആണ്, മനോജ് അബ്രഹാമാണ്. അദ്ദേഹം നേരത്തെ ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്നു. മനോജ് അബ്രഹാം ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തു. അതോടൊപ്പം തന്നെ പോലീസ് ആസ്ഥാനത്തെ ADGP ശ്രീജിത്ത്, അദ്ദേഹവും നേരത്തെ ശബരിമലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ശബരിമലയിൽ യുവതി പ്രവേശ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ്. ഇങ്ങനെ 2 ഉദ്യോഗസ്ഥരെയാണ് ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുപ്പിച്ചത്. അതേസമയം അജിത് കുമാറിനെ മാറ്റി നിർത്തുകയും ചെയ്തു. അതൊരു കൃത്യമായ സന്ദേശം തന്നെയാണ്. കാരണം റിപ്പോർട്ട് ലഭിക്കാനിരിക്കെ അജിത് കുമാറിനെ ആ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അത്
നൽകുന്ന സന്ദേശം അജിത് കുമാർ പുറത്തേക്ക് എന്ന നിലയ്ക്ക് തന്നെയാണ്, ആ നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായിരുന്നാലും ഇതുവരെ അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചു എന്നൊരു പ്രതീതി തന്നെയാണ് പൊതുവിലുള്ളത്. മാത്രമല്ല CPM-ൽ നിന്ന് ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾ അങ്ങനെ അതിശക്തമായി ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്ക് വന്നിരുന്നില്ല. അന്വേഷണം കഴിയട്ടെ എന്ന ഒരു കാര്യമാണ്. മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ആവർത്തിച്ചു എന്നതിനപ്പുറത്തേക്ക് സ്പീക്കർ ഷംസീർ മാത്രമാണ് ഒരു പടി കടന്ന് മുഖ്യമന്ത്രിയുടെ നിലപാട് അല്ലെങ്കിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന പ്രത്യക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചത്. അതിൽ ഷംസീർ പറഞ്ഞത് RSS പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, അവരുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റില്ല എന്ന നിലയ്ക്കൊരു പരാമർശം ഷംസീറിന്റെ ഭാഗത്തു നിന്ന് വന്നു. മാത്രമല്ല PV അൻവറിന്റെ ആരോപണങ്ങൾ ഷംസീർ തള്ളിക്കളയുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഷംസീർ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു എന്ന കാര്യം വ്യക്തമല്ല. ഏതായിരുന്നാലും CPM-ൽ നിന്നോ ഇടതുമുന്നണിയിൽ നിന്നോ അങ്ങനെ ADGPയെ സംരക്ഷിക്കുന്ന ഒരു നില ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും രണ്ട് ദേശീയ നേതാക്കൾ, അവർ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന രണ്ട് അംഗങ്ങളല്ല, MLA-മാരോ MP-മാരോ മന്ത്രിമാരോ അല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ കാണുന്നതിന് അത് തടസ്സമുണ്ട്. ഒരു സംഘടനയുടെ സംവിധാനത്തിൽ ഇരിക്കുന്ന ആളുകളെ ADGP സ്വകാര്യമായി കണ്ടു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് അത് സംവിധാനങ്ങളെ അറിയിക്കാതെ രഹസ്യ സ്വഭാവത്തിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യമായി വരുന്നത്. DGPക്കുള്ള എതിർപ്പും ആ കാര്യത്തിൽ അതാണ്. തീർച്ചയായും. എന്തായാലും ഇന്ന് തന്നെ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. VV വിനോദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.